സ്കൂൾ കലോത്സവത്തിന്റെ ഓരോ ആരവങ്ങളും നമ്മുടെ റിപ്പോർട്ടർമാർ മലയാളികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. കൈരളിയുടെയും മലയാളികളുടെയും സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായി. അതിലേക്ക് മലയാളിക്ക് കഥയുടെയും വായനയുടെയും ഓർമ്മകളുടെയും ഗ്രഹാതുരത്വത്തിൻ്റെയും വർണ്ണപ്രപഞ്ചം സമ്മാനിച്ച MDയുടെ പേര് ചേർത്തുകൊണ്ട് നിള തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്നു. കേരളത്തിൻ്റെ ഏറ്റവും ചാരുതയാർന്ന ഇമ്പമാർന്ന കലോത്സവം 8 വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാന നഗരത്തിലെത്തുമ്പോൾ കൈരളി TVക്ക് വേണ്ടി ഈ ഒന്നാം വേദിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ അത്യധികം ആഹ്ലാദം, അഭിമാനം. തിരുവനന്തപുരം അതിൻ്റെ ആഘോഷ നിറവിലാണ്. വിജയപരാജയങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ ഉള്ളിലുള്ള കലയുടെ ചിറകുകൾ ആഹ്ലാദത്തോടെ ആകാശത്തേക്ക് ഉയർത്തുവാൻ കാത്തിരിക്കുന്ന 14 ജില്ലകളിൽ നിന്നെത്തിയ വർണ്ണശലഭങ്ങളുടെ പേരും പെരുമയുമുള്ള പ്രതിഭാ പ്രകടനങ്ങൾ കൊണ്ട് സവിശേഷമാവുകയാണ് തിരുവനന്തപുരം. ഒന്നാം വേദി പ്രധാനപ്പെട്ട ഇനങ്ങൾ നടക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ വേദിയുടെ പേര് തന്നെ MT നിള എന്നാണ്. കലയുടെയും കവിതയുടെയും ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ നിറച്ചുകൊണ്ട് ഈ പകലിരവുകൾ ഇവിടെ സാന്ദ്രമാകുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തലസ്ഥാന നഗരം ഒന്നടങ്കം ആഹ്ലാദ അതിരേകത്തോടെ ഈ കലോത്സവത്തെ വരവേൽക്കുന്നു. ഹോട്ടൽ മുറികളിൽ, സ്കൂളുകളിൽ, വീടുകളിൽ, സർക്കാർ ഓഫീസുകളിൽ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നതൊന്നു മാത്രം: വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന, പാട്ടുപാടുന്ന, ഉപകരണ സംഗീതത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ നാളെയുടെ നക്ഷത്രങ്ങൾ ഇതാ ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ എത്തി നിൽക്കുന്നുവെന്ന്. വരാനിരിക്കുന്ന നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെ കലയുടെ രാപ്പകലുകൾ കൊണ്ട് സാന്ദ്ര ധന്യമാകും തിരുവനന്തപുരത്തേക്ക്. തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത് നാളെയുടെ ആകാശമാണ്. അറ്റുപോകാത്ത പ്രതീക്ഷകളിൽ ഞാനും നിങ്ങളുമില്ലാത്ത നമ്മളെ സൃഷ്ടിക്കാൻ കഴിയുന്ന കലയുടെ വസന്ത തുമ്പികളിതാ ഈ നഗരത്തിൽ. ഇത് ഒന്നാം വേദി. MD നിള എന്ന ഈ വേദിയിൽ നിന്നും കൈരളി TVക്ക് വേണ്ടി സജു കാഞ്ഞിരംകുളം എന്ന ക്യാമറാമാനോടൊപ്പം ഞാൻ GS പ്രദീപ്.